ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിൽ നിന്ന് നമ്മളുടെ ഗ്രൂപ്പിലുള്ള കുറേ പേർക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. ആളെന്ന് വെച്ചാൽ ഒരു വൾഗറായിട്ട്, അതായത് കോഴിത്തരം എന്നൊക്കെ പറയില്ലേ, ഞരമ്പ് രോഗം, അതേപോലെയാണ് ആൾ സംസാരിക്കുന്നത്. സോ നമുക്ക് അറിഞ്ഞിരുന്നില്ല. എനിക്കിന്ന് പേഴ്സണലി DM മെസ്സേജ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാനായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നാണ് മനസ്സിലായത് ആള് കോഴിത്തരം എന്ന് പറഞ്ഞിട്ടാണ്, സുജിത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആള് മെസ്സേജ് അയക്കുന്നത്. ഒമാനിലുള്ള ഒരാളാണ്, പക്ഷെ നമുക്ക് ആളെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ നമ്മളുടെ പേര് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഓർ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, സോ നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളെ ബയോയിൽ കൊടുത്തിട്ടുള്ള 2 നമ്പറിൽ നിന്നല്ലാണ്ട് വേറൊരു നമ്പറിൽ നിങ്ങൾക്ക് DM ചെയ്യില്ല. അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കണവരോട് പറയാനുള്ളത്, ഈ ഒരു മെസ്സേജ് ഇപ്പോൾ കുറേ ടൈമായി ഇതുപോലത്തെ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ വരുന്നേ. നിങ്ങളെ നമ്പർ ഞാൻ എന്തായാലും സ്ക്രീനിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളെ നമ്പർ കൊടുക്കും. അപ്പം നാട്ടിലത്തെ നമ്പർ എല്ലാം വെച്ചിട്ട് നിങ്ങളെ മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട. ഒമാൻ നമ്പർ ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും ഇപ്പം നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങളെ നമ്പർ ഇടാൻ മനസ്സിലാവും. സോ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നമ്മളൊരു ചെറിയൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ഞരമ്പ് രോഗം കളിക്കാൻ നിൽക്കണ്ട. സോ നമ്മൾ അതിനുള്ള ആക്ഷൻസ് എന്തായാലും എടുക്കും. നിങ്ങൾ ഒമാനിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ എവിടെ ആണെങ്കിലും അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കും. സോ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. ബൈ.